എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 ഡിസംബർ 23, 24 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ SCRT മേഖല എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇനി വരുന്ന പരീക്ഷകളിൽ എങ്ങനെ SCRT പ്രിപ്പയർ ചെയ്യണം എന്ന് ഉദ്യോഗാർത്ഥികളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിനും അവരെ സഹായിക്കുന്നതിനുമായിട്ട് ടാലന്റ് അറിവിടം എന്ന് പറയുന്ന പേരിൽ 2 ബുക്കുകൾ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ പാർട്ട് 1, പാർട്ട് 2 എന്നിങ്ങനെയാണ്. അതായത് സോഷ്യലിന്റെ പാർട്ട് 1, പാർട്ട് 2, ദെൻ സയൻസിന്റെ പാർട്ട് 1, പാർട്ട് 2. അപ്പോൾ ഇതിൽ പാർട്ട് 1 എന്ന് പറയുന്നത് 5, 7, 9 ക്ലാസ്സിലെ വിവരങ്ങളും, ദെൻ പാർട്ട് 2 എന്ന് പറയുന്നത് 6, 8, 10 ക്ലാസ്സിലെ വിവരങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ദെൻ ചാപ്റ്റർ വൈസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ടീച്ചർ ടെക്സ്റ്റിലെ ഫാക്ടുകളുണ്ട്, ദെൻ ലേണിംഗ് ഗ്രൂപ്പ് ഫാക്ടുകളുണ്ട്. സോ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് തന്നെയാണ് ഈ പുസ്തകം നിങ്ങളിലേക്ക് എത്തുക. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള varanda.talentgala.com ഈ ബുക്ക് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്. അതായത് സ്ത്രീ സുരക്ഷാ പദ്ധതി. ഇപ്പൊ നിങ്ങളിൽ പലരും ഒക്കെ കണ്ടു കാണും, പത്രങ്ങളിലൊക്കെ കണ്ടു കാണും. അതായത് 35 വയസ്സിനും 60 വയസ്സിനും പ്രായപരിധിയിൽ ജോലിയില്ലാത്ത സ്ത്രീകൾക്കുള്ള പെൻഷൻ പദ്ധതി നമ്മുടെ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യുകയാണ്? 35നും 60ഉം ഈ ഒരു പ്രായപരിധിക്കിടയിൽ ജോലിയില്ലാത്ത സ്ത്രീകൾക്കായിട്ടൊരു പെൻഷൻ പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ്. അതായത് പ്രതിമാസം 1000 രൂപ വെച്ച് നൽകുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ പറഞ്ഞു, 35 to 60 ആണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ജോലി ഉണ്ടാവാൻ പാടില്ല. ദെൻ എന്താണ്? 1000 രൂപ വെച്ചാണ് പ്രതിമാസം നൽകുക. ഇനി വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് നിലവിൽ വേറെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ഒന്നും അംഗമല്ലാത്തവർ, അതായത് നിലവിൽ വേറെ പെൻഷൻ ഒന്നും കിട്ടാത്ത ആൾക്കാരായിരിക്കണം. അത് മാത്രമല്ല യെല്ലോ കാർഡോ അല്ലെങ്കിൽ പിങ്ക് കാർഡോ ഉള്ളവരായിരിക്കണം. അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. എല്ലാ വനിതകൾക്കും അല്ല, നിലവിൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ഒന്നും എന്താണ് ഉൾപ്പെടാത്തവരും ദെൻ മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് കാർഡിൽ ഉള്ളവരുമായിരിക്കണം ഈ ഒരു ഏജ് ലിമിറ്റിലുള്ളവര്. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പ്രതിമാസം 1000 രൂപ വെച്ച് കിട്ടുകയുള്ളൂ. സോ അതൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. പദ്ധതിയുടെ പേരെന്ന് പറയുന്നത് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്നാണ്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യ ജില്ലാ ആശുപത്രി ഏതാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. അതായത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യ ജില്ലാ ആശുപത്രി ഏതാണ്? അത് എറണാകുളം ജില്ലാ ആശുപത്രിയാണ്. അപ്പൊ ഈ ഒരു കാര്യം കൂടി നോട്ട് ചെയ്തേക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വേദിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് പ്രഥമ അന്താരാഷ്ട്ര സ്പൈസ് റൂട്ട് സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? അപ്പൊ ഇതാണ് പ്രഥമ അന്താരാഷ്ട്ര സ്പൈസ് റൂട്ട് സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? കൊച്ചി. എവിടെയാണ്? കൊച്ചിയിലാണ്. അപ്പൊ ഈ ഒരു വേദി കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വേദിയാണ്. അതായത് 78ാമത് കരസേനാ ദിനാഘോഷത്തിന്റെ വേദി എവിടെയാണ്? അപ്പൊ ആദ്യമേ തന്നെ കരസേനാ ദിനാഘോഷത്തിലേക്ക് വരാം. എന്നാണ്? ജനുവരി 15 കരസേനാ ദിനാഘോഷം എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 78ാമത് കരസേനാ ദിനാഘോഷം 2026 നടക്കുക. അപ്പൊ 2026 കരസേനാ ദിനാഘോഷം അല്ലെങ്കിൽ 78ാമത് കരസേനാ ദിനാഘോഷം വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയ്പൂർ ആണ്. കൃത്യമായിട്ട് ഓർക്കുക. അപ്പോൾ ഇതിന് മുൻപുള്ള 2 വേദികൾ കൂടി നമുക്ക് നോക്കാം. 2025 എവിടെയായിരുന്നു? അത് പൂനെയിലാണ്. 2025 പൂനെയിലായിരുന്നു. ദെൻ 2024 എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലക്നൌവിലാണ്. എവിടെയാണ്? ലക്നൌ ആണ്. അപ്പോൾ 2026 ജയ്പൂർ, 2025 പൂനെ, 2024 ലക്നൌ. ദെൻ ഇനി എന്താണ് ഇതിന്റെ എന്നാണ് ആഘോഷിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ജനുവരി 15. സോ അതുകൂടി നോട്ട് ചെയ്ത് വയ്ക്കും. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ഇന്ത്യൻ നാവികസേനയിലെ 40 വർഷത്തെ സേവനത്തിന് ശേഷം 2025 ഡിസംബറിൽ ഡീകമ്മീഷൻ ചെയ്ത അന്തർവാഹിനി ഏതാണ്? അപ്പോൾ ഒരു പ്രധാനപ്പെട്ട അന്തർവാഹിനിയെ പറ്റിയാണ് പറയുന്നത്. അതായത് ഇന്ത്യൻ നാവികസേനയിൽ 40 വർഷത്തെ സേവനത്തിന് ശേഷം എന്ത് ചെയ്തിരിക്കുന്നു? ഈ ഒരു അന്തർവാഹിനി 2025 ഡിസംബറിൽ ഡീകമ്മീഷൻ ചെയ്തിരിക്കുന്നു. അതിന്റെ പേരെന്ന് പറയുന്നത് INS സിന്ധുഘോഷ്. എന്താണ്? INS സിന്ധുഘോഷ് എന്നാണ്. വളരെ കൃത്യമായിട്ട് ഈ അന്തർവാഹിനിയുടെ പേര് കൂടി ഓർത്തു വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട ഒരു വിക്ഷേപണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ടവറിന്റെ സഹായമില്ലാതെ സ്മാർട്ട് ഫോണുകളിലേക്ക് ഹൈ സ്പീഡ് സെല്ലുലാർ ബ്രോഡ്ബാൻഡ് എത്തിക്കാനുള്ള ഒരു ദൗത്യം. സോ അതിനെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ബ്ലൂ ബേർഡ് 6 എന്ന് പറയുന്ന ദൗത്യം. പക്ഷെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിന്റെ പ്രത്യേകത തന്നെയാണ്. അതായത് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? ബ്ലൂ ബേർഡ് 6 എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം ഏതാണ്? ബ്ലൂ ബേർഡ് 6 അഥവാ ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2. ഇനി ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ട 3 കാര്യങ്ങൾ. എവിടെ നിന്ന് വിക്ഷേപിച്ചു? അത് നമ്മുടെ ശ്രീഹരിക്കോട്ടയിലാണ്. ദെൻ വിക്ഷേപണ വാഹനം ഏതായിരുന്നു? അത് LVM-3. ഏതാണ്?
LVM-3 Mark 6 എന്ന് പറയുന്ന ഉപഗ്രഹത്തിലാണ് നമ്മുടെ ഏതാണ് എന്ന് പറയുന്ന റോക്കറ്റിലാണ് എന്ത് ചെയ്തത് വിക്ഷേപിച്ചെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ദെൻ എന്നാണ് വിക്ഷേപിച്ചത്? നമ്മുടെ ഇന്ത്യൻ ദിവസ കണക്കാണ് പറയുന്നത് 2024 ഡിസംബർ 24 സോറി 2025 ഡിസംബർ 24 എന്ത് ചെയ്തത് വിക്ഷേപിച്ചത്. 2025 ഡിസംബർ 24 LVM-3 Mark 6 എന്ത് ചെയ്യുന്നു വിക്ഷേപിക്കുന്നു. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതിന്റെ പ്രത്യേകത ഇവിടെ പറഞ്ഞു. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ബ്ലൂബേർഡ് 6 എന്ന് പറയുന്നത്. ഇത് അമേരിക്കയുടെ ഉപഗ്രഹമാണ്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് കർമ്മശ്രീ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? അപ്പൊ ഇതാണ് കർമ്മശ്രീ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? അത് പശ്ചിമ ബംഗാൾ. എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. നമുക്കറിയാം അല്ലെ, ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയത് അല്ലെ. അതിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേരൊക്കെ മാറ്റിയത് വലിയൊരു വിവാദമായിരുന്നു. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ ഒരു കർമ്മശ്രീ എന്ന് പറയുന്ന പശ്ചിമ ബംഗാളിന്റെ പദ്ധതിയുടെ പേര് എന്താണ് മാറ്റിയിട്ടുണ്ടായിരുന്നത്? അവര് മഹാത്മാശ്രീ എന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോ മഹാത്മാഗാന്ധി പദ്ധതി അല്ലെങ്കിൽ മഹാത്മാശ്രീ എന്ന് അവർ മാറ്റിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഈ ഒരു കർമ്മശ്രീ എന്ന് പറയുന്ന പദ്ധതിക്ക് അത്രയും പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ കർമ്മശ്രീ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ദെൻ അവിടെ 75 മുതൽ 100 ദിവസം വരെ എന്ത് ചെയ്യുന്നു തൊഴിൽ ദിനങ്ങൾ നൽകുന്ന ഒരു പദ്ധതിയാണ് ഈ പറയുന്ന കർമ്മശ്രീ എന്ന് പറയുന്ന പദ്ധതി. പശ്ചിമ ബംഗാൾ അറിയാലോ എല്ലാവർക്കും, മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ്. ദെൻ റീസെന്റ് ആയിട്ട് നമ്മൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രമശ്രീ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് എവിടെ തന്നെയാണ്? ഇതേ പശ്ചിമ ബംഗാളിലാണല്ലേ. അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ്. അതായത് ലോകാരോഗ്യ സംഘടനയുടെ 2ാമത് ആഗോള പരമ്പരാഗത വൈദ്യശാസ്ത്ര ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? ലോകാരോഗ്യ സംഘടനയുടെ എത്രാമത്തെ 2ാമത് ആഗോള പരമ്പരാഗത വൈദ്യശാസ്ത്ര ഉച്ചകോടി 2025 നടന്നു. എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിലാണ്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു ഉച്ചകോടിയിൽ വെച്ച് അശ്വഗന്ധ എന്ന് പറയുന്ന ഒരു ആയുർവേദ സസ്യത്തിന്റെ സ്റ്റാമ്പ് കൂടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അശ്വഗന്ധ എന്ന് പറയുന്ന ആയുർവേദ സസ്യത്തിന്റെ സ്റ്റാമ്പും ഈ ഉച്ചകോടിയിൽ വെച്ച് പുറത്തിറക്കുണ്ടായി. സോ അതുകൂടി നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്തത് ഫിഫ റാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. എനിക്കറിയാം ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾ ഈ ഫിഫ റാങ്കിങ് പറഞ്ഞ് ഞാനിങ്ങനെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാടാ, നമ്മളിത് പഠിച്ചേ പറ്റുള്ളൂ. കാരണം ഈ ചോദ്യം PSC ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത് എന്ന് ചോദിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ആ ഒരു ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ അതുകൊണ്ട് തന്നെ അപ്ഡേഷൻ വരുമ്പോഴൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് തന്നെ പൊയ്ക്കോളുക. ഇപ്പോ 2025 ഡിസംബറിലെ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യ വീണ്ടും പിന്നോട്ട് വന്നു കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ നിലവിലെ സ്ഥാനം 142. എത്രയാണ്? 142. 2025 ഡിസംബറിലെ ഫിഫ പുരുഷ റാങ്കിംഗ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 142 ആണ്. ബാക്കി സ്ഥാനങ്ങളൊന്നും മാറ്റം തന്നെ ഇല്ല. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? 1ാം സ്ഥാനത്ത് സ്പെയിന് തന്നെയാണ് പിള്ളേരെ. 2ാം സ്ഥാനത്ത് അർജന്റീന തന്നെയാണ്. 3ാം സ്ഥാനത്ത് ആര് തന്നെയാണ്? ഫ്രാൻസ് തന്നെയാണ്. അതിലൊന്നും യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. പക്ഷേ ഇന്ത്യയുടെ സ്ഥാനത്തിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മുടെ കഷ്ടകാലത്തിന് എന്തായാലും എന്ത് ചെയ്യും? ഇന്ത്യയുടെ സ്ഥാനം തന്നെ ഉറപ്പായിട്ട് ചോദിക്കും. കാരണം ഒരുപാട് തവണ ചോദിച്ചത് ഇന്ത്യയുടെ സ്ഥാനം തന്നെയാണ്. സോ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക. 2025 ഡിസംബറിലെ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 142. അടുത്ത നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഇന്ത്യയുടെ സ്ക്വാഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം 2026 T20 വേൾഡ് കപ്പ് നടക്കാനായിട്ട് പോവുകയാണ് അല്ലെ. എവിടേക്ക് വെച്ചാൽ നടക്കുന്നത്? ഇന്ത്യ ശ്രീലങ്ക. അപ്പൊ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് 2026 T20 ലോകകപ്പ് നടക്കുന്നത്. അപ്പൊ ഇതിനു മുൻപ് നടന്ന T20 ലോകകപ്പ് 2024 നമുക്കറിയാം ജേതാക്കൾ നമ്മുടെ ഇന്ത്യ ആയിരുന്നു. അതൊക്കെ നമ്മളത് പഠിച്ചാണ് അല്ലെ. US, വെസ്റ്റ് ഇൻഡീസ് എന്നിവിടങ്ങളിലായിരുന്നു എന്ത് ചെയ്തത്? ഈ ഒരു ലോകകപ്പ് നടന്നത്. ഇതൊക്കെ നമുക്കറിയാം, നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ മറ്റൊരു ലോകകപ്പിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അതായത് 2026 പുരുഷ T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് സൂര്യകുമാർ യാദവ്. ആരാണ്? സൂര്യകുമാർ യാദവ് ആണ്. ദെൻ ഈ ടീമിൽ മലയാളികൾ ആരെങ്കിലും ഉണ്ടോ? ഒരു സംശയം വേണ്ട, ഒരു മലയാളി ഉണ്ട്. ആ മലയാളി സഞ്ജു സാംസൺ ആണ്. അപ്പോൾ 2026 പുരുഷ T20 ലോകകപ്പ് ടീമിൽ ഉൾപ്പെട്ട മലയാളി എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ആണ്. 2024 സഞ്ജു സാംസൺ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പ്ലേയിങ് 11 ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കും. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ലിസ്റ്റ് എ ക്രിക്കറ്റിൽ ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് നേടിയത് ആരാണ്? അപ്പോൾ ലിസ്റ്റ് എ ക്രിക്കറ്റിൽ ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് നേടിയത് ആരാണ്? അത് സാക്കിബ് ഉൾ ഖനിയാണ്. നമുക്കറിയാം ഇപ്പോൾ വിജയ് ഹസാരെ ട്രോഫി നടന്നുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ വിജയ് ഹസാരെ ട്രോഫി ഏത് സ്പോർട്സ് ഇവന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം കുറച്ച് ദിവസം മുമ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സയ്യിദ് മുഷ്താഖ് എന്ന് പറയുന്ന T20 ടൂർണമെന്റ് ചർച്ച ചെയ്തു അല്ലേ. അപ്പോൾ അതുപോലെ വിജയ് ഹസാരെ ടൂർണമെന്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു 50 ഓവർ മത്സരമാണ്. ലിസ്റ്റ് എ
മത്സരമാണ്. സോ ലിസ്റ്റ് എ ക്രിക്കറ്റിൽ ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി എന്ന നേട്ടം സ്വന്തമാക്കിയത് സാക്കിബ് അൽ ഖനിയാണ്. അദ്ദേഹം ബീഹാറിന്റെ താരമാണ്. 32 പന്തുകളിലാണ് എന്ത് ചെയ്തത്, സെഞ്ചുറി നേടിയെന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്ന ഹിന്ദി സാഹിത്യകാരൻ. ഈ പേര് പറഞ്ഞപ്പോൾ തന്നെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഓർമ്മ വന്ന് കാണും അല്ലെ. ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന വിനോദ് കുമാർ ശുക്ല. ഇദ്ദേഹം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിൽ നിന്നും എന്താണ് ജ്ഞാനപീഠം നേടുന്ന ആദ്യത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, വിനോദ് കുമാർ ശുക്ല. അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അത് മാത്രമല്ല ഹിന്ദി ഭാഷയിൽ ജ്ഞാനപീഠം കിട്ടുന്ന 12ാമത്തെ വ്യക്തിയാണ്. അതുപോലെ തന്നെ 59ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് വിനോദ് കുമാർ ശുക്ലയ്ക്ക് കിട്ടിയത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് 1999 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. 1999 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയ വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത്, വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്നത്. അതായത് ദീവാർ മേ ഏക് ഗിഡ്കി രഹ്തി തി എന്ന് പറയുന്ന പുസ്തകത്തിനാണ് പുരസ്കാരം കിട്ടിയത്. അത് മാത്രമല്ല 2020 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ എന്ന് പറയുന്ന പുസ്തകത്തിനായിരുന്നു പുരസ്കാരം കിട്ടിയത്. സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ വിനോദ് കുമാർ ശുക്ല എന്ത് ചെയ്തു, 2025 ഡിസംബറിൽ അന്തരിച്ചു. അപ്പോൾ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഏറ്റവും പുതിയ കമ്പനി ബോർഡ് LGS റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ അതുപോലെ ന്യൂ SCRT ഫാക്ടുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. സിലബസ് ഓറിയന്റ് ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.channelkerala.com എന്നിവയിലൊക്കെ തന്നെ ഈ പുസ്തകം ലഭ്യമാണ്. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസിന്റെ കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയാലും അല്ലെങ്കിൽ SBCയുടെ ഒക്കെ വരാനിരിക്കുന്ന എക്സാമുകളാണ്. സോ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഏറ്റവും പുതിയ ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. മുൻവർഷ ചോദ്യങ്ങളെയും SCRT പുസ്തകങ്ങളെയും ആസ്പദമാക്കിയാണ് ഈ റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. 3 വോളിയം ആണ്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റിലുള്ള veranda.channelkerala.com ഈ പുസ്തകം ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോയിന്റ് ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞ എന്തായിരുന്നു, 35-60 പ്രായപരിധിയിൽ ജോലിയില്ലാത്ത സ്ത്രീകൾക്കുള്ള പെൻഷൻ പദ്ധതി, കേരള സർക്കാരിന്റെ പെൻഷൻ പദ്ധതി സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ്. പ്രതിമാസം 1000 രൂപയാണ്. മഞ്ഞ കാർഡ് അല്ലെങ്കിൽ പിങ്ക് കാർഡ് ഉള്ളവരായിരിക്കണം. നിലവിൽ വേറെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലൊന്നും ഉൾപ്പെടാത്തവരുമായിരിക്കണം എന്നുള്ള 2 കണ്ടീഷൻ കൂടി ഇവിടെ പറയുന്നുണ്ട്. അതുകൂടി നോട്ട് ചെയ്യുക. അതിനുശേഷം ഇനി അത് മാത്രമല്ല കേരളത്തിലെ സ്ഥിരതാമസക്കാരുമായിരിക്കണം കേട്ടോ. ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ്, ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യ ജില്ലാ ആശുപത്രി ഏതാണ്, അത് എറണാകുളം ജില്ലാ ആശുപത്രിയാണ്. അതിനുശേഷം ഒരു വേദിയാണ് പറഞ്ഞത്. പ്രഥമ അന്താരാഷ്ട്ര സ്പൈസ് റൂട്ട് സമ്മേളനം നടന്ന എവിടെയാണെന്ന് പറഞ്ഞു, അത് കൊച്ചിയാണെന്നുള്ള കാര്യം ഓർക്കുക. അതിനുശേഷം പറഞ്ഞത് 78ാമത് കരസേനാ ദിനാഘോഷം. നമുക്കറിയാം 2026 ജനുവരി 15-നാണ് എന്ത് ചെയ്യുന്നത്, 78ാമത് കരസേനാ ദിനാഘോഷം നടക്കുക. അപ്പൊ അതിന്റെ വേദി ജയ്പൂർ ആണ്. അതിനുശേഷം ഒരു അന്തർവാഹിനിയുടെ കാര്യം പറഞ്ഞു. അതായത് INS സിന്ധുഘോഷ് എന്ന് പറയുന്ന അന്തർവാഹിനി, അതായത് ഇന്ത്യൻ നാവികസേനയിലെ 40 വർഷത്തെ സേവനത്തിന് ശേഷം 2025 ഡിസംബറിൽ ഡീകമ്മീഷൻ ചെയ്യപ്പെട്ട അന്തർവാഹിനിയാണ് INS സിന്ധുഘോഷ്. അതിനുശേഷം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു, ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം ഏതാണ്, ബ്ലൂ ബേർഡ് 6 അഥവാ ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2 ആണ്. നമ്മുടെ LVM-3 മാർക്ക് 6-ലാണ് എന്ത് ചെയ്തത്, വിക്ഷേപിച്ചത്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് നിങ്ങൾ ഓർത്തിരിക്കാനുള്ള ഇത് തന്നെയാണ്, ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ സപ്പോസ് വിക്ഷേപണ വാഹനത്തിന്റെ പേരായിരിക്കാം ഓപ്ഷനിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഉപഗ്രഹത്തിന്റെ പേരായിരിക്കും. സോ ഏതായാലും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതിനുശേഷം പറഞ്ഞൊരു പദ്ധതിയായിരുന്നു, അതായത് കർമ്മശ്രീ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ അല്ലെ. അതിനുശേഷം പറഞ്ഞത് ലോകാരോഗ്യ സംഘടനയുടെ 2ാമത് ആഗോള പരമ്പരാഗത വൈദ്യശാസ്ത്ര ഉച്ചകോടിയുടെ വേദി എവിടെയാണ്, ഡൽഹി ആണെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു ഫിഫ റാങ്കിംഗ് ആണ്. പുതിയ ഫിഫ റാങ്കിംഗ് പ്രകാരം ഇന്ത്യ കുറച്ചുകൂടി പിന്നിലേക്ക് പോയി. നിലവിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്, 142 ആണ്. 1, 2, 3 സ്ഥാനങ്ങളിൽ പഴയത് തന്നെയാണ്, യാതൊരു ചേഞ്ചും ഇല്ല കേട്ടോ. അതിനുശേഷം പറഞ്ഞത് 2026 പുരുഷ T20 ലോകകപ്പ് ഇന്ത്യ, ശ്രീലങ്ക എന്നിവിടങ്ങളിലായി നടക്കുന്നു. അപ്പോൾ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് സൂര്യകുമാർ യാദവ്. അതിലൊരു മലയാളിയുണ്ട്, ആരാണ്, നമ്മുടെ സഞ്ജു സാംസൺ ആണ്. അതിനുശേഷം പറഞ്ഞു ലിസ്റ്റ് എ ക്രിക്കറ്റിൽ ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് നേടിയത് ആരാണെന്ന് പറഞ്ഞു, അത് സാക്കിബ് അൽ ഖനിയാണ്. അതിനുശേഷം പറഞ്ഞത് 2025 ഡിസംബറിൽ അന്തരിച്ച ഹിന്ദി സാഹിത്യകാരൻ ആരാണ്, അത് വിനോദ് കുമാർ ശുക്ല. ആരാണ്, വിനോദ് കുമാർ ശുക്ലയാണ്. സോ ഈ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്, ഒരു ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, സ്റ്റാർലിങ്കിന്റെ ഇന്ത്യയിലെ ആദ്യ ഓഫീസ് സ്ഥാപിതമായത് എവിടെയെന്നാണ്. അപ്പോൾ ഡൽഹി, മുംബൈ, ചെന്നൈ, ബംഗളൂരു. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, അടുത്തിടെ മണ്ണ് തടാകം ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ്. ബീഹാർ, മേഘാലയ, രാജസ്ഥാൻ, മഹാരാഷ്ട്ര. ശരി ഉത്തരം കമന്റ് ചെയ്യുക.
ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 2026 പുരുഷ ഫൈനലിസിമ പോരാട്ടത്തിന് വേദിയാവുന്നത് എവിടെയെന്നാണ് ചോദ്യം. അപ്പോൾ ഖത്തർ, സൗദി അറേബ്യ, ഫ്രാൻസ്, ഇറ്റലി. ശരി ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്ട് ഖത്തറാണ്. നമുക്കറിയാം ലൊസൈൽ സ്റ്റേഡിയത്തിലാവും നടക്കുക എന്ന് പറയുന്നത്. ഈ പറയുന്ന ഫൈനലിസിമ എന്ന് പറയുന്നത് ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ്. അതായത് കോപ്പ അമേരിക്ക ജേതാക്കളും യൂറോ കപ്പ് ജേതാക്കളും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരമാണ് ഫൈനലിസിമ എന്ന് പറയുക. അപ്പോൾ 2024 കോപ്പ അമേരിക്ക ജേതാക്കൾ എന്ന് പറയുന്നത് ആരാണ്? അർജന്റീന. 2024 യൂറോ കപ്പ് ജേതാക്കൾ എന്ന് പറയുന്നത് ആരാണ്? സ്പെയിൻ ആണ്. സോ അവർ തമ്മിൽ ഏറ്റുമുട്ടും. ആ മത്സരം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. ഇനി രണ്ടാമത്തെ ചോദ്യം, 2025 അന്തരിച്ച റാം സൂത്തർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? അപ്പോൾ സാഹിത്യം, രാഷ്ട്രീയം, കായികം, ശില്പകല. അപ്പോൾ ശരി ഉത്തരം ഏതാണ്? ശില്പകലയാണ്. നമുക്കറിയാം അല്ലെ, അറിയപ്പെടുന്ന ഒരു ശില്പിയാണ് നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി അഥവാ ഏകതാ പ്രതിമയുടെയൊക്കെ ശില്പി എന്ന് പറയുന്നത് ഈ പറയുന്ന റാംവാഞ്ചി സൂത്രാണ്. സോ അദ്ദേഹത്തിന്റെ പേരൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ജോലി നേടിയെടുക്കുക. 2025 ഡിസംബർ 23, 24 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.